രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ടുണ്ടൊക്കെ ഇന്നത്തെ ഓട്ടത്തിന് ഞങ്ങളൊക്കെ പോകാനാണൊക്കെ. അപ്പോൾ നമ്മളെ സൈക്കിളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ടൊക്കെ. അപ്പം കഴിഞ്ഞ ദിവസം കണ്ടവർക്ക് മനസ്സിലാവും, നമ്മളാണെങ്കിൽ ഓട്ടോയൊക്കെ അടിപൊളിയായിട്ട് ഓടിച്ച് എല്ലാവരെയും നന്നായിട്ട് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരെയും പറ്റിച്ച് നല്ല പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ചേച്ചി നമ്മൾ കൊണ്ടുപോയി നമ്മൾ വണ്ടി തിരിച്ചപ്പോൾ വണ്ടി തിരിയും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വണ്ടിയുടെ ഒരു പ്ലസ് പോയിന്റ് ഇങ്ങനെ തിരിക്കുമ്പോൾ ഫുള്ളായിട്ടിടുന്ന് തിരിയൊന്നൊക്കെ. അങ്ങനെ തിരിഞ്ഞപ്പോൾ ഒരു ചേച്ചിയുടെ തല കൊണ്ടേ നമ്മുടെ ഓട്ടോയുടെ ഈ സൈഡിലത്തെ പോർഷൻ കൊണ്ട് ഇടിച്ചൊക്കെ. എൻ്റെ ഒരു ഓട്ടോ അങ്ങനെ ഒരു കുഷ്യൻ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതില്ല. ഓക്കെ, ഞാൻ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തില്ല, പിന്നെ വെക്കണമെന്ന് വിചാരിച്ചിരുന്നതൊക്കെ. ആ ഒരു ചേച്ചിയുടെ തല ഇടിച്ച് അത്യാവശ്യം നല്ല പൊട്ടലൊക്കെ വന്നിട്ടുണ്ടൊക്കെ. അങ്ങനെ 10,000 രൂപ ഫൈൻ വന്ന് കഴിച്ചു. ഇതുവരെയായിട്ട് അത് അടച്ചിട്ടില്ലേ. ഓക്കെ, പോലീസുകാരത് മറന്നേ കാണും. നമുക്കപ്പോൾ ഇന്നത്തെ ഓട്ടത്തിനായിട്ട് പോവാം. ഓക്കെ, ഞാൻ നമ്മുടെ ഓട്ടോ ബാക്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പാർക്ക് ചെയ്തേട്ടാ. വെച്ചാൽ പോലീസുകാർ എന്നെ തപ്പി വീട്ടിൽ വന്നാലേ എൻ്റെ ഓട്ടോ കണ്ടല്ലോ. ഓക്കെ, ഓട്ടോ എടുത്തുകൊണ്ട് നമുക്ക് നേരെ സ്റ്റാൻഡിലോട്ട് തന്നെ അങ്ങ് പോകാം. ഓക്കെ, അവിടെ നിന്ന് ആരെങ്കിലും കണ്ടാൽ അവരെ നമുക്ക് എന്തായാലും കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നൈസായിട്ട് നേരെ നമുക്ക് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലോട്ടേക്ക് പോവാം. ഫ്രണ്ടിൽ 2 വണ്ടി. ഓ ഗായ്സ്, പോലീസിൻ്റെ വണ്ടിയല്ലേ ഇതെന്താണ് ഇങ്ങനെ? ഓക്കെ, ഇപ്പം നൈസായിട്ട് നിർത്തി എന്ത് കാര്യം ചോദിക്കാം. ഇനി എവിടെ നമ്മളെ തപ്പി ഒന്നാണത് എൻ്റെ പോലീസിൻ്റെ വണ്ടി കിടക്കുന്നത്. ഓക്കെ, അവിടെ സാറിന് കണക്ക് ഇപ്പോൾ ഉണ്ട്, പോലീസ് ഓഫീസർ. ഓക്കെ, അല്ല സാർ, എന്താണ് എന്നെ ഇങ്ങനെ കൈ അടിച്ച് വണ്ടി നിർത്താൻ പറയാം? എടോ, ഞാനാണെങ്കിൽ ഒരു വലിയൊരു പോലീസ് ഓഫീസറാണ്. ഇന്നലെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. താനാണെങ്കിൽ ഒരു 20-25 വയസ്സുള്ളൊരു പ്രായമുള്ളൊരു ആളെയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയപ്പം അവരെ തലയൊക്കെ ഇടിച്ച് നല്ല പൊട്ടലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേ. അതപ്പോൾ അവർ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്ത്. നീ ആണെങ്കിൽ ഇന്നലെ പൈസ അടച്ചില്ലേ, അതുകൊണ്ട് നിൻ്റെ വണ്ടി കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നത്. വണ്ടിയോ? അയ്യോ സാറേ, ഞാനിപ്പോൾ കുറച്ച് ടൈറ്റിലാണ്, എൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല. ഞാൻ എന്തായാലും ലോണായിട്ട് അടച്ചാൽ മതിയോ? ലോണോടോ കേസിൽ? മര്യാദയ്ക്കിപ്പോൾ താൻ പൈസ അടച്ചാൽ തൻ്റെ വണ്ടി കിട്ടുക, അല്ലെങ്കിൽ താൻ വണ്ടി ഇട്ടുകൊണ്ട് നേരെ എൻ്റെ വീട്ടിൽ പോയി. അല്ല പിന്നെ താനിപ്പോൾ വണ്ടി ഇട്ടില്ലെങ്കിൽ തൻ്റെ വണ്ടിയോടെ ഞങ്ങൾ കത്തിക്കും. അയ്യോ വേണ്ട സാറേ, ഞാൻ കൊണ്ടിടാം. ഓ ഗായ്സ്, ആ ഒരു ഇൻസ്പെക്ടർ സാറിനെ കുറച്ച് സ്ട്രിക്റ്റിങ്ങനൊക്കെയാണ്. പുള്ളിക്കാരൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഓട്ടോ എങ്ങനെ കൊണ്ടിട്ടില്ലെങ്കിൽ ആ പോലീസുകാരെങ്ങനെ നമ്മുടെ വണ്ടി ഇങ്ങനെ കത്തിക്കുമെന്നാണ് പറയാൻ. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാണ് ഗൈസ്. വേറെ വഴിയില്ല ഗൈസ്. എൻ്റെ അമ്മേ, ഞാൻ വിചാരിച്ചത് അവർ മറന്നത്, പക്ഷെ മറന്നില്ല ഗൈസ്. അവർക്കിട്ട് പണി തന്നെ എന്ത് ചെയ്യാൻ. സാരമില്ല, നമുക്ക് ഈ വണ്ടി കൊണ്ടിട്ടിട്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് തിരിച്ചു പോകണം. അയ്യോ, ഇനിയിപ്പോൾ എവിടെ നിന്നാന്ത കേസ് 10,000 എടുക്കണം. ഈ വണ്ടിക്ക് തന്നെ ലോണ് കുറേ ഉണ്ടൊക്കെ. ഞാൻ 83,000 രൂപ എന്തോണം അടച്ചിട്ടുള്ളതൊക്കെ. സത്യത്തിൽ 5 ലക്ഷം ലോണുണ്ടൊക്കെ. ഈ വണ്ടി പുതിയതാണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും പൈസ. ഒക്കെ, ഞാൻ നേരെ പോലീസ് സ്റ്റേഷൻ അവിടെ ഓട്ടോയും കൊണ്ട് വന്നു ഗൈസ്. നമുക്ക് നൈസായിട്ട് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഓക്കെ, അയ്യോ നല്ല 8-ൻ്റെ പണിയാണ് കയ്യിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി ഞങ്ങളിവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, എന്തായാലും കീ അവരെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് നൈസായിട്ട് എടുക്കാം. ഹലോ സാറേ, ഇവിടെ ഒരു വണ്ടിയുടെ കീ എടുക്കാൻ വന്നതാണ്. അത് വെച്ചോ. എന്താടോ? ഇവിടുത്തെ ഇൻസ്പെക്ടർ സാറാണെങ്കിൽ വഴിയിൽ വന്നിട്ട് എൻ്റെ വണ്ടി പിടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. നീയാണല്ലേ ഒരു ചേച്ചിയുടെ തല ഇടിച്ച് പൊട്ടിച്ചേ? കൊണ്ടുവച്ചിട്ട് പോടാ, പൈസ അടയ്ക്കാൻ നിൻ്റെ വണ്ടി ഇട്ടില്ല, അത്രേ ഉള്ളൂ. അയ്യോ, നമുക്ക് താക്കോൽ വെച്ചിട്ട് ബാക്കി. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും കീ കണക്ക് വെച്ചിട്ടുണ്ട്. സാധനം എന്തെങ്കിലും സ്പെയർ കീ ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും വേറെ വഴിയില്ല ഗൈസ്. ഓക്കെ, അപ്പം ബൈ ബൈ ഓട്ടോ. എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഒന്നുമില്ല ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും തന്നെ ഇല്ല ഗൈസ്. ഒക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും വണ്ടി പിടിച്ച്
പോവേണ്ടി എന്തായാലും വരും ഗൈസൊക്കെ, അല്ലാതെ വേറെ വഴിയും തന്നെ ഇല്ല. ഓക്കെ. ഓ അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങനെ പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഓ ഗൈസ്, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിങ്ങളൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് നോക്കിയാൽ ഇവിടെ ഇപ്പോൾ 3 ഓട്ടോ വന്നിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഓട്ടോ എങ്ങനെ വല്ലതും ആയിരിക്കും. നമുക്ക് എന്തായാലും അതിലൊരു ഓട്ടോ പിടിച്ചിട്ട് പോയി. ഇപ്പം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. എനിക്കിപ്പോൾ ഓട്ടോ പിടിച്ചുകൊണ്ട് അവസ്ഥ തോന്നുന്നത്. ഇതാരും കാണാനില്ലല്ലോ, എന്താരും ഇല്ലേ? ആ ഓക്കെ ഗൈസ്, നമ്മുടെ അതാണ് ഓട്ടോ ഓടിക്കണ ഒരു ചേച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ചേച്ചിയും കാര്യങ്ങളൊക്കെ ഒരു ലേഡി ഡ്രൈവറാണ്. അപ്പം ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ഉണ്ട്, ആ എടാ നീ എവിടെ നിന്നാടാ വരണേ, നിന്നെ രാവിലെ കാണാനില്ലല്ലോ. അത് പിന്നെ ചേച്ചി എൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴിച്ച് പഞ്ചറായി, അപ്പം എനിക്കാണെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി തന്നെ എൻ്റെ വീട് വരെ ഒന്ന് കൊണ്ടുവിടുമോ? ആ അതിനെന്താടാ, വണ്ടി ഒന്ന് കയറാ. ആ ശരി ഓക്കെ. അപ്പോൾ ഈ ചേച്ചിയുടെ ഓട്ടോ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ലേഡി ഡ്രൈവർ, ഒറ്റ ഡ്രൈവർ നോക്കി. ഓക്കെ, അങ്ങനെ ചേച്ചി എന്തായാലും വണ്ടി ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഗുഡ് ബൈ ഓട്ടോ. അതെന്താ നീ ഗുഡ് ബൈ എന്ന് പറഞ്ഞേ? ഒന്നുമില്ല. അയ്യോ ചേച്ചി വഴി തെറ്റിപ്പോയി. ഇങ്ങോട്ടല്ലേ? അയ്യോ അങ്ങോട്ടല്ല, അങ്ങോട്ടാണ്. ഓ ശരിയടാ, എനിക്ക് ഓർമ്മക്കുറവുണ്ട് ചെറിയ. ഓ അങ്ങനെയാണ്. ഓക്കെ, തിരിച്ചുനേരം അങ്ങോട്ട് പൊയ്ക്കോ. അയ്യോ ചേച്ചി എന്താണ് വണ്ടി ഇങ്ങനെ എടുത്ത് മറിക്കണം? എടാ നിനക്കറിഞ്ഞോണ്ട് ഈ വണ്ടിയുടെ പ്ലസ് പോയിന്റ് അതെനിക്കറിയാം. നല്ല രസം വണ്ടി ഇങ്ങനെ പോണം. ചേച്ചി എൻ്റെ വീട് വരെ ഒന്ന് കൊണ്ടുവിടും. ആ നമ്മൾ നേരത്തെ നമ്മൾ കണ്ട പോലീസൊക്കെ ഇവിടെ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ചേച്ചി, ഇല്ല ചേച്ചി. ചേച്ചി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. ഏത് വീടറാ നിൻ്റെ? ഇവിടെ നിർത്തിയാൽ ചേച്ചി, ഞാൻ നടന്നു നോക്കിയോളാം. ഓക്കെ ചേച്ചി, എത്രയേ? ഇവിടെ വരെ 80 രൂപ. 80 രൂപ? ചേച്ചി ഞാൻ ചേച്ചിയുടെ ഫ്രണ്ടല്ലേ, എന്നിട്ട് പോലും എനിക്ക് കുറച്ച് പൈസക്ക് തരണില്ലല്ലോ. എടാ ഞാൻ എന്ത് ചെയ്യാനെടാ, എനിക്ക് ജീവിക്കണ്ടേ? ആ ശരി ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ആ ഒരു ചേച്ചി നമ്മുടെ ഡ്രൈവറിൻ്റെ കൂടെയുള്ള ഒരാളിങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേച്ചി നമ്മളെ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്, എന്നിട്ട് എനിക്ക് ഓട്ടോ പിടിച്ചുകൊണ്ട് അവസ്ഥ വന്നു ഗൈസ്. ഓക്കെ, അടിപൊളി. ഓക്കെ, ആ ഒരു ചേച്ചി നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും നിൽക്കണ ആ ഒരു ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരു പുതിയൊരു ആളാണ്. ഓക്കെ, പുതിയതായിട്ട് വന്നൊരു ഡ്രൈവറാണ്. ഓക്കെ, ലേഡി ഡ്രൈവറാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഇടണം ഗൈസ്. ഞാൻ പൈസ കൊടുത്ത് എന്തായാലും നമ്മുടെ വണ്ടി ഇറക്കാനായിട്ട് പോകണില്ല, അത് വേറെ കേസൊക്കെ. എന്ത് ചെയ്യുന്ന എനിക്കൊരു ആകെയുള്ള സൈക്കിളൊക്കെ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം 4 ആയിക്കോട്ടെ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറേ നേരം ആലോചിച്ചപ്പം എനിക്ക് നൈസൊരു ഐഡിയകളൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രാത്രി ആകുമ്പം നമുക്ക് നമ്മുടെ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാം. അവിടെ ചെന്നിട്ട് ഒന്നും നോക്കണ്ട, വണ്ടി അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് ഒറ്റ ഓട്ടം. ഒന്നും നോക്കണ്ട, വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഒറ്റ ഓട്ടം. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം വേറെ വഴിയില്ല. 15,000 രൂപ കൊടുത്ത് ഇറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കഴിച്ചതാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഏതാണ് ഈ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് എന്തായാലും ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ എന്തായാലും വരാൻ കഴിച്ചു. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഓട്ടോയും അതിലൊക്കെ നൈസായിട്ട് അടിച്ചു മാറ്റാനുള്ള ബാക്കി സംഭവങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും രാത്രിയും കാര്യങ്ങളൊക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കിവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഗൈസ് കറക്റ്റ് ടൈം. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോയി നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ കടിച്ചു പറ്റും. പിന്നെ നമ്മളെ വണ്ടിയുടെ സ്പെയർ കീയും കൂടെ എന്തായാലും ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, അതെന്തിനാണ് വെച്ചത് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി കാണിച്ചാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റത്തില്ല. പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റഡ് അവരെന്തായാലും അടച്ചായിരിക്കും ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിറച്ച് പോലീസാണ്. ഓക്കെ, മാക്സിമം ചേസ് ഇല്ലാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് എൻ്റെ പ്ലാനും കാര്യങ്ങളും. ഓക്കെ, അപ്പം എന്താവും നോക്കാൻ കഴിച്ചു. ഓക്കെ, അപ്പം ഈ പോലീസിൻ്റെ വണ്ടി ഇത്രയായിട്ട് പോയില്ലേ? എന്തിനാ ഇവിടെ നിൽക്കണേ ഇവർ?
എന്നുള്ള വാച്ച് ചെയ്യാനാണ് എന്തോ എനിക്കറിയത്തില്ല. അയ്യോ സോറി ഏട്ടാ. എടാ എവിടെ നോക്കടോ വണ്ടി ഓടിക്കണ. സോറി, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പം ഒരു ഇടി കിട്ടി. എന്തായാലും നമുക്ക് നേരെ നല്ല പെട്ടെന്ന് തന്നെ എന്തായാലും അങ്ങോട്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടി ഒന്ന് അടിച്ച് മാറ്റണം ഗൈസ്. ഓക്കെ, അല്ലാതെ രക്ഷയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് കിട്ടുക. എൻ്റെ വേറെ ഡ്രസ്സോ കാര്യങ്ങളൊന്നുമില്ല, ആകെയുള്ള ഡ്രസ്സ് ഇതാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നു. ഞാൻ ഒരു ഐഡിയ ആയിട്ട് പോകണം. ഞാൻ സൈക്കിൾ എന്തായാലും കൊണ്ടകത്ത് വരണം. ഞാൻ നൈസായിട്ട് ഈ വീടിൻ്റെ സൈഡിലോട്ട് നമ്മുടെ ഈ സൈക്കിൾ എന്തായാലും ഒന്ന് ചേർത്ത് എന്തായാലും ഒന്ന് വെക്കാനായിട്ട് പോകണം. ഓക്കെ, വീടിനോട് ചേർത്ത് ഇടാനായിട്ട്. പിന്നെ വല്ല ഒന്ന് എടുക്കാം. അങ്ങനെ എൻ്റെ സൈക്കിളും കൂടെ പോക്കേ പിടിക്കപ്പെട്ടാലാണ് നമ്മളൊക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് നൈസായിട്ട് നമുക്ക് എന്തായാലും കയറാം ഗൈസ്. ഓക്കെ, കയറിയിട്ട് നമുക്ക് ബാക്കിൽ നൈസായിട്ട് എന്തായാലും ഒളിച്ചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിലോട്ട് കയറാം. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഒരു പാടോട്ടാണ് എൻ്റെ മണ്ടക്കോട്ട് എന്തായാലും വലിഞ്ഞ് എന്തായാലും കയറിയിട്ട് എന്തായാലും പതുക്കെ എന്തായാലും നൈസായിട്ട് എന്തായാലും നടക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ഒന്നും കാണാനില്ല. എന്തായാലും നമുക്ക് നൈസായിട്ട് എന്തായാലും വണ്ടി എന്തായാലും നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും നമ്മുടെ ഓട്ടോയും കണക്ക് നമ്മൾ കണ്ടുപിടിച്ചു. അവർ നൈസായിട്ട് എന്തായാലും കുറച്ച് മാറ്റി എന്തായാലും ഇടണം. നമ്മുടെ വണ്ടി ഇവിടെ നോക്കാനായിട്ടാണ്. നമ്മൾ വണ്ടി ഈ ഒരു അവസാനത്തേക്ക് മുമ്പേ ഉള്ള ഈ ഒരു റോയിലാണ് നമ്മൾ വണ്ടി പറഞ്ഞത്. പക്ഷെ അവർ കുറച്ചുകൂടെ നീക്കി എന്തായാലും ഇട്ടു. എൻ്റെ അങ്ങനെ പോലീസ് സ്റ്റേഷനൊക്കെ കിടന്ന് കറങ്ങണം, അത് ആലോചിച്ചില്ല. നമുക്ക് എന്തായാലും പതുക്കെ എന്തായാലും ആരും എന്തായാലും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് കണ്ട വഴി വണ്ടി എടുത്ത് ഓടിക്കോ. എൻ്റെ അമ്മച്ചി ഓടിക്കോ, ആരും ഇറങ്ങില്ലെന്ന് തോന്നി. എൻ്റെ അമ്മച്ചി പോളി ഡ്രൈവിങ്. ഓക്കെ, കണ്ട വഴി ഓടി ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും എത്തിയിട്ട് എന്തായാലും കാണാം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും ഒന്നും പറയണ്ട, നമ്മളാണ് ഈ ഗായ്സ് നൈസായിട്ട് എന്തായാലും ആ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു പോലീസ് സ്റ്റേഷനിലൊന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ വീട് ഒരു ഏകദേശം എത്തേണ്ട സമയത്ത് അവിടെ ഒരു 2 പോലീസുകാർ കിടന്നില്ലേ. ഇവരാണെങ്കിൽ നൈസായിട്ട് നമ്മളെ കണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ആ ഒരു പോലീസുകാരെ നേരത്തെ അവിടെ പറഞ്ഞു വിട്ടാണ്. ചിലപ്പം ഇവർ നേരത്തെ ഒരു മുൻകൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്ന് അടിച്ചു മാറ്റുന്ന അവർക്ക് നേരത്തെ അറിയാമായിരുന്നു തോന്നുന്നു. ഇവരാണെങ്കിൽ എന്ത് ചെയ്ത് നമ്മൾ പോണ സമയം അറിഞ്ഞപ്പോൾ തന്നെ എന്തായാലും മറ്റേ 2 പേരെ ഇവർ ഇൻഫോം ചെയ്ത് പറഞ്ഞു. അവരാണെങ്കിൽ ബ്ലോക്ക് ഇട്ട് വെച്ച് നമ്മളാണെങ്കിൽ അതിൽ കൊണ്ട് ഒറ്റ ഇടിക്കുകയും ചെയ്ത് മൊത്തം. എന്നിട്ട് പോയി. എന്നിട്ട് അവർ 2 പേരും പിടിച്ച് നമ്മളെ നേരെ ജയിലിൽ കൂടെ. നമ്മുടെ വണ്ടി ഇവിടെയാണെന്നൊരു പിടിയുന്ന തന്നെയല്ലോ. ഓക്കെ, നല്ല രീതി അടിച്ചോണ്ട് ബോധം പോയി. ഇപ്പം നമ്മളെന്തായാലും ഇവിടെ കിടക്കുകയാണെങ്കിൽ ഈ സെല്ലിൽ നമ്മൾ ഒറ്റയാൾ മാത്രമല്ല, ആകെയുള്ളൊരു കട്ടിലും ഇതൊക്കെ. പിന്നെ എന്ത് പറയാനാണ്. എൻ്റെ എന്താണ് പോലീസുകാരെ വന്ന് ഓർഡറാ? ഇതെന്നെ കൊല്ലാൻ പോവാണ് മണിവാള്. ഇവരെന്താ എന്നെ നോക്കണ? എടോ മര്യാദയ്ക്ക് അവിടെ അകത്ത് കിടന്നു, അല്ലെങ്കിൽ നിനക്ക് ഇടിയും എല്ലാം നന്നായിട്ട് കിട്ടും. നിനക്കെന്തായാലും 1 വർഷത്തെ ശിക്ഷയാണ് പോലീസ് അനുവദിച്ചിരിക്കുന്നത്. 1 വർഷമോ? പോലീസെന്ന് പറയുമ്പം കോടതിക്കാരും പോലീസുകാരും എല്ലാവരും കൂടെ ചേർന്ന് വെച്ചേക്കണം നിനക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ്. സാറേ, എന്നെ വെറുതെ ഇവിടെ, എനിക്ക് ആ വണ്ടി വേണ്ട, എന്നെ ഈ ജയിലിൽ നിന്ന് പുറത്താക്ക് പ്ലീസ്, എനിക്ക് കുറച്ച് പൈസക്ക് ജാമ്യം വാങ്ങിച്ച് എന്നെ ഇറക്ക്. ഇല്ലല്ല, നീ 1 വർഷം എൻ്റെ അകത്ത് നന്നായിട്ട് സുഖിച്ച് കിടന്നോ. ഓക്കെ ഗായ്സ്, കോടതിയും പോലീസും എല്ലാം കൂടെ എന്നെ മാറി അടിക്കുകയാണ് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, നമുക്കാണെങ്കിൽ നൈസായിട്ട് നല്ലൊരു കിടിലൻ കേസും കാണാൻ കിട്ടിയിട്ടുണ്ട്. പോലീസുകാരെ വെട്ടിച്ച് ഓടിയതിനൊക്കെ. അപ്പോൾ നമുക്ക് 1 വർഷമാണ് ശിക്ഷകളൊക്കെ കിട്ടിയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ തന്നെ ഇറങ്ങുന്നതാണ്. പക്ഷേ നമുക്ക് 1,50,000 രൂപ കൊടുത്താലേ നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ. ഓക്കെ, വണ്ടി മാത്രമല്ല, നമുക്ക് ഒരാഴ്ച ഒരു സമയം തരും ഇറങ്ങിയതിന് ശേഷം. അതിനുള്ളിൽ ആ പൈസ കൊടുത്ത് നമ്മൾ പിന്നെയും പിടിച്ചകത്തിടും. എന്നാൽ വധശിക്ഷയാണ്. നമ്മൾ ചിലപ്പോൾ കൊന്നതിന് കളയാൻ കേസ്. ഓക്കെ,
എന്തായാലും എനിക്കൊരു പിടിയില്ല ഗൈസ്. എന്തായാലും ഇവിടെ ഇപ്പോൾ കുറേ ഇവിടെ എനിക്ക് കണ്ടിട്ട് പേടിയാണ് ഗൈസൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 അല്ലെങ്കിൽ പാർട്ട് 4 ഈ ഒരു സീരീസുകളൊക്കെ കൂടെ ചെൻഡാകുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ കാണില്ല. എല്ലാവർക്കും എല്ലാം ചങ്ക് പഠിച്ചാൽ ഗുഡ് ബൈ. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതിലായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് നമ്മൾ വരുന്നതാണ്. പിന്നെ ഇതേപോലത്തെ അടിപൊളി ഇൻട്രസ്റ്റിംഗ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് വീഡിയോസുകളൊക്കെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും. റോബറി വീഡിയോ, സ്റ്റീൽ വീഡിയോ, പിന്നെ ആർട്ടിസ്റ്റ് വിളിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനത്തെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചങ്കല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞ എന്തായാലും ഞാൻ ഉണ്ടാക്കും. ബട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് ഗുഡ് ബൈ.